യൂറോപ്യൻ പടക്കുതിരകളായ ജർമ്മനി സ്കോട്ട്ലാൻഡിനെ 1-5 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് യൂറോ പൂരത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. ഈ യൂറോ ജർമ്മനി എങ്ങനെയാണ് കപ്പടിക്കുന്നത് എന്ന് ഈ വീഡിയോ വിലയിരുത്തുന്നത്. വേൾഡ് കപ്പ് ആയാലും യൂറോ ആയാലും ഏറ്റവും കൂടുതൽ കപ്പ് വിജയിച്ച യൂറോപ്യൻ ടീമാണ് ജർമ്മനി. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച 10 കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ബെക്കൻബൗർ മാത്രമേ ആ ലിസ്റ്റിലുണ്ടാവൂ. ഇതിനെക്കുറിച്ച് തോമസ് മുള്ളർ പറഞ്ഞത് ഇങ്ങനെയാണ്: ജർമ്മനിയിൽ ഞങ്ങൾ സൂപ്പർ താരങ്ങളെ അധികം വിശ്വസിക്കുന്നില്ല. ചെറുപ്പം മുതലേ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ടീമായി കളിക്കാനാണ്, ഒറ്റയ്ക്ക് തിളങ്ങാനല്ല. അതുകൊണ്ട് തന്നെ പല ജർമ്മൻ താരങ്ങളും ബാലൻ ഡിയോർ നേടുന്നത് നിങ്ങൾ കാണാത്തത്. മറുവശത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ജേഴ്സിയിൽ വേൾഡ് കപ്പ് നേടിയ 4 നക്ഷത്രങ്ങൾ കാണാം. 1972, 1980, 1996 യൂറോസ് അടിച്ച ജർമ്മനി ഈ പ്രാവശ്യം കപ്പടിക്കുമോ? ജർമ്മനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ജർമ്മനിയുടെ ഒന്നാമത്തെ സ്ട്രെങ്ത് അവരുടെ മാനേജറായ യൂലിയൻ നാഗൽസ്മാൻ ആണ്. 30 വയസ്സിനുള്ളിൽ തന്നെ RB ലൈപ്സിഗ്, ബയറൻ മ്യൂണിച്ചിന്റെ മാനേജറായ നാഗൽസ്മാൻ ഹാൻസി ഫ്ലിക്കിനെ മാറ്റിക്കൊണ്ടാണ് ജർമ്മനിയുടെ കോച്ചായത്. ഒരു ചെറുപ്രായത്തിൽ തന്നെ ലോകത്തിലെ ഒരു മികച്ച ദേശീയ ടീമിന്റെയും ഒരു മികച്ച ക്ലബിന്റെ മാനേജർ ആവുക എന്നത് നാഗൽസ്മാന്റെ ടാക്ടിക്കൽ എബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. ഏത് ടീമിന്റെ സാഹചര്യവും സ്ട്രെങ്ത്തും അനുസരിച്ച് ഒരുപാട് ഫോർമേഷൻസും കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് റിസ്ക് എടുക്കുന്ന ഒരു മാനേജറാണ് നാഗൽസ്മാൻ. ഒരു ടീമിന്റെയും ഒരു പ്ലെയറിന്റെയും ഒരു ഗെയിമിന്റെയും ഡാറ്റ അനാലിസിസും ഡാറ്റ സയൻസും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മാനേജർ. ലിവർപൂളിന്റെ മാനേജറായ കോപ്പിനെ പോലെ ഹൈ അഗ്രസീവ് പ്രസിംഗ് ആണ് ആദ്യകാലത്ത് പയറ്റിയ തന്ത്രമെങ്കിലും പിന്നീട് പെപ്പിന്റെ പ്രോഗ്രസീവ് ടീം ബിൽഡിംഗ് പ്രോസസ്സിലേക്കും നാഗൽസ്മാൻ മാറി. രണ്ടാമത്തെ സ്ട്രെങ്ത് ജർമ്മനിയുടെ വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡാണ്. എക്സ്പീരിയൻസും യൂത്തും അടങ്ങിയ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡാണ് ജർമ്മനിയുടേത്. ടോണി ക്രൂസ്, ഗുണ്ടോവാൻ എന്ന എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഉള്ളപ്പോൾ തന്നെ മുസിയാല, റിറ്റ്സ്, സാനെ തുടങ്ങിയ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡ് ജർമ്മനിക്കുണ്ട്. കളിയുടെ ടെമ്പോവും പേസും നിയന്ത്രിക്കാനും ഒപ്പോസിഷൻ അറ്റാക്സ് തകർക്കാനും ടോണി ക്രൂസും ഗുണ്ടോവനും ഉള്ളപ്പോൾ ടീമിന്റെ ക്രിയേറ്റീവ് അറ്റാക്കിംഗ് കളിയിലേക്ക് സംഭാവന നൽകാൻ മുസിയാലയും റിറ്റ്സും പോലുള്ള കഴിവുള്ള കളിക്കാർ ജർമ്മനിക്കുണ്ട്. ജർമ്മനിയുടെ മൂന്നാമത്തെ സ്ട്രെങ്ത് എന്തെന്ന് വെച്ചാൽ മുസിയാല റിറ്റ്സ് കോമ്പിനേഷനാണ്. മെസിറ്റ് ഉസിലിന് ശേഷം ജർമ്മനിയുടെ ഏറ്റവും ക്രിയേറ്റീവ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജമാൽ മുസിയാലയിലും ഫാബിയൻ റിറ്റ്സും എന്ന് പറയേണ്ടി വരും. ഈ വർഷത്തെ ബുണ്ടസ്ലീഗ പ്ലെയർ ഓഫ് ഇയർ ആയിരുന്നു ഫാബിയൻ റിറ്റ്സ്. രണ്ടുപേരും ക്രിയേറ്റീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണ്, ഒരേ പൊസിഷനിൽ കളിക്കുന്നവർ. ഇതിൽ ആര് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ജർമ്മനിയിൽ ഡിബേറ്റ് ചെയ്യുന്ന സമയത്താണ് രണ്ടുപേരെയും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നാഗൽസ്മാൻ എത്ര സൂപ്പർ ആയാണ് അവരെ യൂസ് ചെയ്യുന്നത്. ഈ ലോകകപ്പിലെ സൂപ്പർ താരങ്ങളാകാൻ ചാൻസ് ഉള്ള കോംബോ. നാലാമത്തെ കാരണം വളരെ ഡീസന്റ് ആയ സ്ട്രൈക്കേഴ്സും ഫാൾസ് നയനുമാണ്. ക്ലോസിന് ശേഷം ജർമ്മനിക്ക് ഒരു പ്രോപ്പർ ടാർഗറ്റ് സ്ട്രൈക്കർ ഇല്ലായിരുന്നു. എന്നാൽ നിക്ലസ് ഫുൾക്രഗ് അതിനൊരു പരിഹാരമാവുമെന്ന് വിചാരിക്കുന്നു. ഫാൾസ് നയനായ കൈ ഹാവേർട്സും സ്പേസ് ജീനിയസ് ആയ തോമസ് മുള്ളറും അടങ്ങുന്ന ജർമ്മനിയുടെ ഫോർവേഡ് ലൈൻ ഒരു ഡീസന്റ് ഫോർവേഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ജർമ്മനിയുടെ അഞ്ചാമത്തെ കാരണം ഹോം അഡ്വാൻറ്റേജ് ആണ്. ആവേശഭരിതരായ ജർമ്മൻ കാണികൾക്കൊപ്പം സ്വന്തം മണ്ണിൽ കളിക്കുന്നത് ജർമ്മനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ജർമ്മനിയിൽ കളിച്ചപ്പോൾ മിനിമം ഒരു വേൾഡ് കപ്പും 2 ക്ലോസ് ഫൈനൽസും എത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തിയ ബൊറൂസിയ ഡോട്ട്മണ്ടും യൂറോപ്യൻ ലീഗ് ഫൈനലിലെത്തിയ ബായർ ലെവർകുസന്റെയും മിക്ക പ്ലേയേഴ്സും ബുണ്ടസ് ലീഗിലാണ് കളിക്കുന്നതെന്ന് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ജർമ്മൻ ടീമിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും കുറച്ച് വീക്ക്നെസ് കൂടി അവർക്കുണ്ട്. ജർമ്മനിയുടെ ഒന്നാമത്തെ വീക്ക്നെസ് അവരുടെ ഡിഫൻസ് ആണ്. ആന്റോണിയോ റൂഡിഗർ പോലെ ഒരു വേൾഡ് ക്ലാസ് സെൻട്രൽ ഡിഫൻഡർ ഉണ്ടായിരുന്നിട്ടും ജർമ്മനിയുടെ വീക്കസ്റ്റ് ലിങ്ക് അവരുടെ ഡിഫൻസ് തന്നെയാണ്. ട്രാൻസിഷൻ പ്ലേയിലും കൗണ്ടർ അറ്റാക്കിംഗിലും ജർമ്മൻ ഡിഫൻസ് പൊളിയാറുണ്ട്. ഈ ട്രാൻസിഷൻ പ്ലേയും കൗണ്ടർ അറ്റാക്കിങ്ങും ജർമ്മൻ ഡിഫൻസ് തടയാൻ സാധിച്ചാൽ ജർമ്മനി ഈ യൂറോയിലെ കപ്പ് നേടാൻ സാധ്യതയുള്ള ടീമായി മാറും. രണ്ടാമത്തെ വീക്ക്നെസ് അവരുടെ ഗോൾ കീപ്പിംഗ് ആണ്. പ്രായമായ മാനുവൽ നോയർ വമ്പൻ ടീമായ ഫ്രാൻസും ഇംഗ്ലണ്ടും പോർച്ചുഗലിന്റെ കൂടെ കളിക്കും ഷാർപ്പ് ഷൂട്ടിംഗ് തടയാൻ തന്റെ പ്രായം അനുവദിക്കുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. വമ്പൻ ടീമിനോട് കളിക്കുമ്പോൾ പ്രായമായ മാനുവൽ നോയറിനേക്കാളും കുറച്ചുകൂടി നല്ലത് യങ്ങറായ ബാർസലോണ കീപ്പറായ ടെർ സ്റ്റേഗൻ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ചേഞ്ചസും ഡാറ്റ അനാലിസിസും ഒരുപാട് ഫോർമേഷൻസും ടാക്ടിക്സ് രൂപപ്പെടുത്തുന്ന നാഗൽസ്മാനൊപ്പം കളിക്കാർക്ക് ഇൻസ്റ്റന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നത് കാണേണ്ടിയിരിക്കുന്നു. ഒരു വേൾഡ് കപ്പോ ഒരു യൂറോ നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒന്നെന്ന് വെച്ചാൽ ടാക്ടിക്കൽ സ്റ്റെബിലിറ്റിയാണ്. ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന നാഗൽസ്മാൻ ടീമിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഈ വീക്ക്നെസ്സുകളെല്ലാം പരിഹരിക്കാമെങ്കിൽ ഈ യൂറോ നേടാൻ ഏറ്റവും വലിയൊരു ടീമായി തന്നെ ജർമ്മനി മാറിയിട്ടുണ്ട്.